ഹായ്, ഇത് ഇവിടുത്തെ ഒരു അമ്പലമാണ് കേട്ടോ. ഇത് ഗണപതിയുടെ അമ്പലമാണ്. നമ്മുടെ കേരളത്തിലെ പോലല്ല. കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ പല ക്ഷേത്രങ്ങളും ഇതേ മോഡലാണ്. നോർത്ത് ഇന്ത്യ, വെസ്റ്റ് ഇന്ത്യയിലൊക്കെ ചെന്ന ക്ഷേത്രങ്ങളൊക്കെ ഇതേ മോഡലാണ് കേട്ടോ. പിന്നെ ഏത് അമ്പലത്തിൻ്റെയും മുന്നിലൊരു രാഷ്ട്രീയ നേതാവിൻ്റെയോ വല്ലതും ഫോട്ടോ കാണും കേട്ടോ. നമ്മുടെ കേരളത്തിലോ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. പക്ഷേ ഇവിടെയൊക്കെ എങ്ങനെയാണ്, കേരളം വിട്ട് പ്രത്യേകിച്ച് നോർത്ത് വെസ്റ്റ് ഈസ്റ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നേതാക്കന്മാരുടെ ഫോട്ടോയൊക്കെ ഉണ്ട്. ഇതൊരു ഗണപതി അമ്പലമാണ്. നമ്മുടെ കേരള ശൈലി പോലെയുള്ള അമ്പലം. കേരളത്തിലെ അമ്പലങ്ങളെന്ന് പറഞ്ഞാൽ നല്ല വാസ്തു ശില്പമുള്ളതാണ്. സ്ഥലങ്ങളുണ്ട്, ഒത്തിരി ട്രഡീഷണലായിട്ടുള്ള സിസ്റ്റംസാണ് അവിടെ. പക്ഷേ ആചാരരീതിയൊക്കെ കേരളത്തിനെ അപേക്ഷിച്ച് ഒത്തിരി വ്യത്യാസമാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് ആർക്കും കയറി പൂജിക്കാം, ആർക്കും പൂജ ചെയ്യാം. അങ്ങനത്തെയാണ് ഇവിടുത്തെ കേരളം വിട്ടുള്ള സ്ഥലങ്ങളിലെ അമ്പലങ്ങൾ. അവരുടെയൊക്കെ കണ്ടില്ലേ, ഈ ത്രികോണാകൃതി മുകളിലോട്ടുള്ളതാണ് നമ്മുടെ ഗോപുരങ്ങളൊക്കെ. നമ്മുടെ കേരളം പോലല്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഗണപതി ഉത്സവം കാരണം അമ്പലത്തിൻ്റെ അകമൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ കണ്ടില്ലേ, നല്ല രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ആരാധനാമൂർത്തിയാണ്. കണ്ടില്ലേ, ഗണപതി ഭഗവാനാണ്, അതാണ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഭദ്രകാളി, ലക്ഷ്മി ദേവി. പിന്നെ ഞാനിപ്പം ഹനുമാൻ സ്വാമിയുടെ അടുത്തോട്ട് വന്നു. ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യയിൽ പൂജിക്കുന്ന ഒരു ദേവനാണ് ഹനുമാൻ സ്വാമി. നോർത്ത് ഇന്ത്യയിൽ കേരളം വിട്ട ഉള്ള സംസ്ഥാനത്തേക്ക് മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാനൊക്കെ ഹനുമാൻ സ്വാമിയുടെ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ ഹനുമാൻ സ്വാമി, ഗണപതി ഭഗവാനെ പൂജിക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. കേരളത്തിൽ മാത്രമുള്ള ഗണപതി ഭഗവാന് മാത്രമായിട്ടുള്ള അമ്പലങ്ങൾ കുറവാണ്. പക്ഷേ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. ഇത് ശ്രീരാമനാണ്, സീത, പിന്നെ ലക്ഷ്മണൻ. ഇതാണ് ഇവിടുത്തെ പൂജകൾ. ശ്രീരാമൻ്റെ പേര് കേരളത്തിലൊരു അമ്പലം, എൻ്റെ അറിവിൽ 1-2 അമ്പലങ്ങളേ ഉള്ളൂ. പക്ഷേ കേരളത്തിന് വലിയ ഇഷ്ടം പോലുണ്ട് കേട്ടോ. ഒത്തിരി അമ്പലങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ ബ്രഹ്മാവാണ്. മറ്റേത് ഇവിടെ തിരുപ്പതി ഭഗവാനാണ് പ്രതിഷ്ഠയായിട്ട് വച്ചിരിക്കുന്നത്. ഈ അമ്പലത്തിൽ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ തൊട്ടിൽ കെട്ടുന്നില്ല. നേരത്തെ കുട്ടികളൊക്കെ ഉണ്ടാകാൻ വേണ്ടി ആഴ്ചയിൽ നാളത്തെ ദിവസമുള്ള ശനിയാഴ്ച മുന്നേ തൊട്ടിലൊക്കെ കെട്ടും. ഇത് ഭഗവാന്റെ പരമശിവൻ്റെ ശിവലിംഗമാണ്. ഇവിടെയും ഇവിടെ ഇപ്പം ഇവിടെ കുടത്തി ഈ സ്റ്റീൽ കുടത്തിന് മേലിൽ മുകളിൽ കൂടെ വെള്ളമൊക്കെ ഒഴിക്കും. പക്ഷേ ഇപ്പോൾ ഒഴിച്ചിട്ടില്ല. ആൾക്കാർ ഒഴിച്ചിട്ട് പോയി. ഓരോ ആൾക്കാർ വന്ന് വെള്ളം ഒഴിച്ചിട്ട് പോയി. ഇത് ഈ കാണുന്നതാണ് ഗണപതി വിഗ്രഹം. ഇത് ഗണേശ ഭഗവാനെ പൂജിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി 10 ദിവസത്തെ ഉത്സവം കഴിഞ്ഞ ശേഷം കൊണ്ടുപോകും. ഈ ഗണപതി ഭഗവാന്റെ പ്രതിമയാണ് കേട്ടോ. എങ്ങനെയുണ്ട് കാണാൻ? രസമില്ല കാണാനൊക്കെ. അപ്പം ഞാൻ പോവാണ്. അപ്പം ഞാൻ പോവാണ്, ജോലിക്കിലേക്ക് തിരിക്കുകയാണ്.